പൂർണ്ണമായും എന്റെ നിയന്ത്രണത്തിലാണ്. മറ്റൊന്നും ഇപ്പോൾ നിങ്ങളുടെ ചിന്തയിലില്ല. എന്റെ ശബ്ദം മാത്രമാണ് നിങ്ങളിപ്പോൾ കേൾക്കുന്നത്. ഞാൻ എന്ത് ചോദിച്ചാലും അതിന് മറുപടി നൽകാൻ നിങ്ങൾ സന്നദ്ധയുമാണ്. പറയൂ, എന്താ നിങ്ങളുടെ പേര്? ശ്യാമ. ശ്യാമയുടെ മനസ്സ് ഞാനിപ്പോ വായിക്കട്ടെ. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ശ്യാമ എനിക്ക് മറുപടി തരണം. തരാം. എങ്കിൽ പറ, ശ്യാമ ഈ ഭൂമിയിൽ ആരെയാണ് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത്? ശ്യാമേ, ഞാനിപ്പോൾ പൂർണ്ണമായും ശ്യാമയെ എന്റെ നിയന്ത്രണത്തിൽ നിന്നും മോചിപ്പിക്കുകയാണ്. സ്ലോലി വേക്കപ്പ്, സ്ലോലി വേക്കപ്പ്, വേക്കപ്പ്. ശ്യാമ ഇപ്പോൾ പൂർണ്ണമായും എന്റെ നിയന്ത്രണത്തിൽ നിന്ന് മോചിതയായി കഴിഞ്ഞു. ശ്യാമയ്ക്ക് നിങ്ങളെല്ലാവരും പറയുന്ന രീതിയിലുള്ള ഒരു പ്രോബ്ലംസും ഞാൻ കാണുന്നില്ല. പിന്നെ പറയാവുന്നത് ആങ്സൈറ്റിയാണ്. അതൊരു ആശുപത്രിയിൽ കിടത്തി ചികിത്സിക്കേണ്ട അസുഖമായി എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ചികിത്സിക്കുന്നത് ഗുണത്തിന് പകരം ഒരുപക്ഷെ ദോഷം ചെയ്തൊന്നും വരാം. ശ്യാമ ഇരിക്കേ. കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ശ്യാമയുടെ മനസ്സിലുണ്ട്. ഒരമ്മയാകാൻ കഴിയാത്തതിന്റെ സങ്കടവും ഉള്ളിലെവിടെയോ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതൊന്നും മനസ്സിനെ ബാധിക്കുന്ന തരത്തിൽ സംസാരിക്കാതിരിക്കുക. അമ്മമാരാകാൻ സാധിക്കാത്ത എത്രയോ സ്ത്രീകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരെല്ലാം ഇതുപോലെ സങ്കടപ്പെട്ട് നടക്കുന്നവരല്ല. അവരുടെ പ്രവൃത്തികൾ മറ്റു മേഖലകളിലേക്ക് വ്യാപിപ്പിച്ച് അതിൽ സങ്കടം ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകുന്നവരാ. ഒരാളെയും ഈശ്വരൻ 100% സന്തോഷം നൽകി ഇവിടെ സൃഷ്ടിക്കുന്നില്ല. 70% സന്തോഷം കിട്ടി ഭൂമിയിലേക്ക് വരുന്നവർ ബാക്കി 30% സന്തോഷം അവന്റെ സ്വന്തം പ്രയത്നം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അത് ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഒരു കുട്ടിയെ ഞങ്ങൾ വളർത്തിയതാ, പക്ഷേ അതിനെ തിരിച്ച് കുട്ടിയുടെ അമ്മയെ തന്നെ ഏൽപ്പിക്കേണ്ടി വന്നു.